ഇറാൻ യുദ്ധം തുടരാൻ യുഎസിന് സാമ്പത്തിക പ്രതിസന്ധികൾ ഇല്ലെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കേണ്ട സാഹചര്യം അമേരിക്കയ്ക്ക് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്യാവശ്യമെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടെ കൂടുതൽ തുക ലഭ്യമാക്കുമെന്നും ട്രഷറി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സ്കോട്ട് ബെസന്റിന്റെ വിശദീകരണം. Again, Kristen, the terrible framing. I think that it's a ridiculous question. Why would we do that? That we have plenty. We have $1 trillion in this year's budget for the military, and President Trump, even before the conflict started, had said that he would like to further build out the military. ഐസനുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൻ, ഈ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം വളരെ സജീവമായിരുന്നു. അത്തരം ചില സന്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അമേരിക്ക പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല, ഈ യുദ്ധം എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്ക് കരുത്തും ശക്തിയുമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്ത് സന്ദേശമാണ് ഇതിലൂടെ അമേരിക്ക ഈ ഘട്ടത്തിൽ നൽകുന്നത്? ഗൗതം, തീർച്ചയായും അമേരിക്ക നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് തങ്ങൾ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനമില്ല എന്ന് തന്നെയാണെങ്കിലും നമുക്ക് ട്രംപിൻ്റെ നേരത്തെ ഉണ്ടായ, അതായത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ട്രംപിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളിലാണ് ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചന പുറത്തു വന്നത്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത്, ഈ യുദ്ധം ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ യുദ്ധം ചെയ്തത് ആ യുദ്ധം ആ ലക്ഷ്യത്തോട് വളരെയധികം അടുത്ത് കഴിഞ്ഞു. അധികം താമസിയാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊരു സൂചന അദ്ദേഹം തൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ നൽകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ, അതായത് പല രീതിയിലുള്ള നിലപാടുകൾ, ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആ മേഖലയുടെ ബന്ധപ്പെട്ട രാജ്യങ്ങളാണ് എന്ന നിലപാടെടുക്കുന്നു. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ സഹകരണത്തോടെ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ പല സൂചനകളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷേ അതിനെയെല്ലാം തന്നെ കൃത്യമായും ആ നിലപാടുകൾ ഇപ്പോൾ ആ നിലപാടിലാണോ എന്ന് സംശയം ഉദിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ട്രംപ് അല്ല ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ പേരിൽ യുദ്ധം നിർത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല, അത് വലിയൊരു തുക തന്നെ അതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം അടിയന്തരമായി നിർത്തേണ്ട സാമ്പത്തിക സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് ഇപ്പോൾ സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് യുദ്ധം ഉടനൊന്നും അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു ഒരു കടുത്തൊരു ആക്രമണത്തിലേക്ക് നീങ്ങുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതിനോടും നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. 48 മണിക്കൂറിനകം ഹോർമൂസിനെ സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ, അതിലെ തടസ്സങ്ങൾ നീക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും. ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നൊരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചത്. അതിനുള്ളൊരു മറുപടി ഇന്ന് പുറത്തു വരികയും ചെയ്തു. ഇത്തരത്തിലുള്ള നിലപാടുകളെല്ലാം തന്നെ വന്ന ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ, അമേരിക്കൻ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ കൂടുതൽ തുക ലഭ്യമാക്കുന്നതിന് പാർലമെന്ററി നിലപാടുകളിലൂടെ അതിന് അംഗീകാരം നേടുമെന്ന നിലപാട് കൂടി സ്കോട്ട് ബെസന്റ് പറഞ്ഞു വയ്ക്കുമ്പോൾ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുക എന്നത് ഒരു പ്രാഥമിക അജണ്ടയല്ല എന്ന ഒരു നിരീക്ഷണത്തിലെത്താവുന്ന ഒരു സാഹചര്യം കൃത്യമായും ഈ യുദ്ധം സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു നിലപാട് സ്കോട്ട് ബെസന്റ് പറയുമ്പോൾ, സ്കോട്ട് ബെസന്റിനെ നമുക്കറിയാവുന്നതാണ്, പല കാര്യങ്ങളിലും കൃത്യമായ നിലപാട് പറയുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ. അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സ്കോട്ട് ബെസന്റിൻ്റെ ഈ വാക്കുകൾക്ക് നിർണായകമായ പ്രാധാന്യമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.